ഈ സമ്മറിലെ ചൂട് സഹിക്കാൻ വയ്യാണ്ട് നമ്മളൊരു സൺഷെയ്ഡും കൂടെ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ മാനുവലുണ്ട്. ആദ്യം കണ്ണ് തള്ളിയെങ്കിലും ആൽവിച്ചിന് എങ്ങനെയൊക്കെ സംഭവം മനസ്സിലാക്കി ഇതേ പിടിപ്പിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഡബന്നത്തിൽ നിന്നാട്ടോ ഓർഡർ ചെയ്തത്. എന്തായാലും നല്ല വെൽ പാക്ഡ് ആയിട്ട് നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് പിടിപ്പിക്കാൻ. അങ്ങനെ ഡ്രില്ലിൻ്റെ സാധനം തപ്പി നോക്കി നമ്മുടെ കയ്യിലില്ല. ലാസ്റ്റ് അയൽവക്കത്തെ വീട്ടിലെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടാട്ടോ നമ്മളിത് പിടിപ്പിക്കണം. പുള്ളി ഒരു ബിൽഡിംഗ് വർക്കർ ആയതുകൊണ്ട് പുള്ളിയുടെ കയ്യിൽ എല്ലാ സൈസിലുള്ള ബിറ്റും ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിൽ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് നമ്മളിത് പിടിപ്പിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ലിവിങ് റൂമിൻ്റെ സൈഡിൽ നിറച്ച് നമ്മൾ ചെടികൾ വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഈ വെയിലടിക്കുമ്പോൾ അത് ഗ്ലാസ് മാത്രമല്ല, നമുക്ക് എപ്പോഴും കർട്ടനും ഓപ്പൺ ചെയ്തിടാൻ പറ്റില്ല. അപ്പം ഗ്ലാസ് ആയതുകൊണ്ട് അതിനകത്തേക്ക് മൊത്തം വെയിലടിച്ചിട്ട് അത് മൊത്തം ഇങ്ങനെ കരിഞ്ഞു പോയിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ സൺഷെയ്ഡ് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കുറേ സ്ഥലത്ത് നമ്മൾ നോക്കിയായിരുന്നു, പക്ഷെ നമുക്ക് റീസണബിൾ പ്രൈസിൽ കിട്ടിയത് ഡബനത്തിലാന്ന് മാത്രം. ഇനിയിപ്പോൾ ഞങ്ങൾ മരം മുറിച്ചുകൊണ്ടാണ് ഇവിടെ ഫുള്ള് വെയിലെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. മരം ഇച്ചിരി ദൂരമായിരുന്നേ. ഇവിടെ എന്തായാലും മരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും വെയിലടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും ഗാർഡൻ ഫർണിച്ചേഴ്സൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഡബന്ന നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അതിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലേ.